ഇന്ന് സത്യത്തിൽ ഞാൻ എണീറ്റതേ ആ ന്യൂസ് കേട്ടിട്ടാണ്, ആ കൊലപാതകത്തിന്റെ ന്യൂസ്. 23-കാരനായ ഒരുത്തനാണെങ്കിൽ അവന്റെ വാപ്പയുടെ ഉമ്മയെ, പിന്നെ സഹോദരനെ, അവന്റെ അങ്കിളിന്റെ വൈഫിനെ കൊന്നിട്ടുണ്ട്. 5 പേര് മരിച്ചിട്ടുണ്ട്. ഒരാളെ, അതായത് അവന്റെ സ്വന്തം ഉമ്മയെ കൊല്ലാൻ നോക്കി, പക്ഷെ മരിച്ചില്ല, സർവൈവ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഈ നമ്മുടെ കേരളത്തിലെ ഈ യുവതലമുറകള് പോകുന്നത് എങ്ങോട്ടാണെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റാഗിങ്ങിനെ കുറിച്ച്. ഇതിപ്പം നടന്നേക്കുന്നത് തിരുവനന്തപുരത്താണ്, മറ്റേത് നടന്നത് കോട്ടയത്താണ്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുവാണെങ്കിൽ ഇതിന് എന്തൊക്കെയോ, ഈ തലമുറയെ നശിപ്പിക്കുന്ന എന്തൊക്കെയോ കാരണങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ്. നിനക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ഇന്ന ഭാഗത്തേക്കെന്ന് പറയാനൊന്നുമില്ല. കേരളത്തിലും ഒന്നാകെ നമ്മളെ നാട്ടിലും മൊത്തത്തിൽ ഇപ്പൊ ഈ ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിപ്പോ പ്രായഭേദമില്ല. പണ്ടൊക്കെ നമുക്കൊരു കൊലപാതകം അങ്ങനത്തെ കേസുകളൊക്കെ വരികയാണെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയുള്ള ഒരു മിഡിൽ ഏജ്, ആ ഒരു ഏജിലുള്ള അത്രയും പ്രായമുള്ള ആൾക്കാരാണ് ഇത്രയും കുറ്റകൃത്യങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ചെറുപ്പക്കാരാണ്, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ഏജുള്ള ആൾക്കാരാണ് കുറ്റകൃത്യങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങുന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. ഇതിന്റെ ഒരു ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ആ ന്യൂസ് ഒന്ന് വെച്ച് കാണിക്കാം. ഇപ്പം ഇന്ന് രാവിലെ ഞാൻ കേട്ട ന്യൂസാണ്. കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ 5 പേരെയും കൊലപ്പെടുത്തിയത് പ്രതി അഫാൻ തനിച്ചാണെന്ന് പോലീസ്. ഒരേ ചുറ്റിക കൊണ്ട് അടിച്ചായിരുന്നു കൊലപാതകങ്ങളെല്ലാം. ഈ ചുറ്റികയും അത് വാങ്ങിയ കടയും കണ്ടെത്തിയിട്ടുണ്ട്. കൊല നടത്തിയത് സാമ്പത്തിക കാരണങ്ങൾ കൊണ്ട് മാത്രമെന്ന് പോലീസ് കരുതുന്നില്ല. 3 സ്റ്റേഷൻ പരിധികളിലായി നടന്ന കൊലപാതകങ്ങൾ വ്യത്യസ്ത സംഘങ്ങളായി പോലീസ് അന്വേഷിക്കുകയാണ്. അഫാന്റെ മാനസിക നിലയും പരിശോധിക്കുന്നുണ്ട്. തലക്കടിയേറ്റ് ചികിത്സയിലുള്ള അമ്മ ഷെമിയുടെ മൊഴിയെടുക്കാനായിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ സംസ്കാരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ നടക്കും. ഫർസാനയുടെ സംസ്കാരം ചിറയൻകീഴ് കാട്ടുമുറാക്കൽ പള്ളി. അപ്പൊ അങ്ങനെയാണ് 5 പേര് കൊന്നിട്ടുണ്ട്. അത് കൊന്ന രീതിയൊക്കെ കാണുമ്പോ നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ പണ്ട് റിപ്പർ ചന്ദ്രൻ അങ്ങനെ കണ്ട ഒരാള് കൊന്നില്ല, തലക്കടിച്ച് കൊന്ന. പക്ഷെ ഇത് റിലീസായി. ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഉമ്മയാണ് ആദ്യം കൊല്ലാൻ നോക്കിയത്. ഉമ്മയെ കഴുത്ത് ഞെരുക്കി കൊല്ലാൻ നോക്കി. പക്ഷെ അവന്റെ പ്ലാനിങ് എന്തോ തെറ്റി. അത് കഴിഞ്ഞിട്ടാണ് അവൻ മറ്റുള്ളവരെ ടാർഗറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നേരെ അവൻ 20 കിലോമീറ്ററുള്ള അവന്റെ അച്ഛന്റെ അമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കി. അവിടെ ചെന്ന് വേറെ വീട്ടില് മാലങ്ങാണ്ട് ചോദിച്ചു. മാല കൊടുത്തപ്പം കൊടുക്കാതിരുന്നോ? അങ്ങനെയാണ് ആ പുള്ളിക്കാരിയെ കൊല്ലാൻ ഉള്ള കാരണം എന്ന് പറയുന്നത്. ക്യാഷിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് എന്റെ പൊന്നളിയ, അത് അവന്റെ സഹോദരനെ കൊന്നത്. മന്തി വാങ്ങിച്ചത് കൊടുത്തിട്ട് അതൊരു ഒന്നൊന്നര. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് എങ്ങനെയാണ് ഇവര് ഇത് ചെയ്യാൻ പോകുന്നതെന്ന് പോലും നമുക്കൊരു പിടുത്തം കിട്ടാത്ത രൂപത്തിലേക്ക് ഇപ്പൊ ഒരാള് നമ്മള് എതിരെ വരുന്നത് ഇവൻ കൊല്ലാനാണോ സ്നേഹിക്കാനാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലഘട്ടം. ആ കുഞ്ഞു മനസ്സ്, അത് 13 വയസ്സുള്ളൂ. അവന് കുഴിമന്തി മേടിച്ച്, അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് കുഴിമന്തി. അപ്പം ചേട്ടന് കുഴിമന്തി മേടിച്ചോണ്ട് ഇവനെ കൊണ്ടുവന്ന് വീട്ടിൽ ഇരുത്തി കുഴിമന്തി കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇവൻ ചുറ്റിക മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ നിന്ന്. ആ ചുറ്റികയും കൊണ്ട് അവന്റെ മുഖത്തിനിട്ട് അടിച്ചെന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, അവൻ അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ട് ഈ ബോഡി എടുക്കാൻ നേരത്ത് അതിലൊരു കണ്ണ് ഇല്ലെന്ന്. അത്രയും ബ്രൂട്ടലായിട്ടാണ് അവൻ കൊന്നത്. അവൻ ശരിക്കും അവനൊരു ക്രിമിനൽ എന്താണ് നാട്ടുകാർ പറയുന്നത്, അവന് ഒന്നുമില്ലെന്ന് പറയുന്നത്. ഒരു ക്രിമിനൽ മൈൻഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് നമുക്ക് എല്ലാ മനുഷ്യനിലും നമ്മൾ സാധാരണ പറയുന്നത് 2 ഫേസ് ഉണ്ടാവും. ഒരു ഫേസ് നമ്മൾ പബ്ലിക്കിലും ഒരു ഫേസ് നമ്മൾ പ്രൈവറ്റ് ആയിട്ടും ആയിരിക്കും ആളുകൾ ബിഹേവ് ചെയ്യാന്ന് പറയാറുണ്ട്. അതിൽ അവരൊരു അത്രയും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്തായിരിക്കും അവര് ആ ഒരു ഫേസ് പുറത്തേക്ക് വിടുക എന്നൊക്കെ കേൾക്കാറുണ്ട്. എന്ന പോലെ അവന്റെ മനസ്സിലെ വൈകൃത്യമായ ഒരു മുഖമാണ് ഇന്നിപ്പോ പുറത്തു വന്നിട്ടുള്ളത്. വെഞ്ഞാറമൂടില്
ഈ സംഭവം നടന്നത് ഫസ്റ്റ് ഈ ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മയായിട്ട് എന്തോ വാക്ക് തർക്കം ഉണ്ടായിട്ട് ഉമ്മയെ കഴുത്തരിച്ച് കൊല്ലാൻ നോക്കി. ഉമ്മ മയങ്ങി വീണപ്പോ ഇവൻ വിചാരിച്ചു ഉമ്മ മരിച്ചു പോയിരുന്നു. എന്നിട്ട് നേരെ ഇവൻ വണ്ടി എടുത്ത് ബൈക്ക് എടുത്ത് നേരെ ഉമ്മയുടെ അടുത്ത് വന്നു. അല്ല നമ്മളൊരു അവിടെ വന്നിട്ട് ഞാൻ പറയുന്നത് അവിടെ 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് അവിടെ ചെന്ന് ഉപ്പയുടെ ഉമ്മയും കൊന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അങ്കിള് കോള് ചെയ്തു. ഇവന് ഓർത്തു അങ്കിൾ ഇതെല്ലാം അറിഞ്ഞു, ഇവരെ കൊന്നെന്ന് അറിഞ്ഞു. അപ്പം അവരും ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു 13 കിലോമീറ്റർ കൊണ്ട് അവിടെ പോയിട്ട് അവരെ കൊന്നത് 20 തലക്കെട്ട് 20 അടി അടിച്ചെന്ന് പറഞ്ഞ് ഉപ്പയുടെ ചേട്ടനെ കൊന്നത് 20 തലക്കെട്ട് അടിച്ചത്. തല ഇല്ലെന്നാ പറയുന്നത്. അത്രയും ഇവന്റെ മനസ്സിൽ ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അത് കഴിഞ്ഞ് തിരിച്ച് ഇവൻ വരുന്ന വഴിക്ക് സഹോദരനെ കൊണ്ടുവന്ന് കുഴിമന്തി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് സഹോദരനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് ഇവന്റെ പ്രണയിനി, അതാ കാരണം എന്താണെന്ന് ഇപ്പോഴും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ പ്രണയിനിയെ വീട്ടിൽ എത്തിപ്പെട്ടു എന്നുള്ളത്. എന്നിട്ട് അതിനെ ഇതുപോലെ തന്നെ ചുറ്റി കടിച്ചു. എന്നിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവൻ പറഞ്ഞു 6 പേരെ തട്ടിയിട്ടുണ്ട്. ഇവൻ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാരന് ചോദിച്ചു നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം ഇവൻ പറയുന്നുണ്ട് ഞാൻ ഉപ്പിടാൻ വന്നാന്ന്. അവിടെ ചെന്നിട്ട് സൈഡ് പറഞ്ഞപ്പോ ഇവര് വിശ്വസിക്കുന്നു. കാരണം ഇവൻ വല്ല മദ്യം അടിച്ചോ എന്തെങ്കിലും അടിച്ചതാണെന്ന് ഓർത്തോണ്ട് 6 പേരെ തട്ടിയിട്ടുണ്ടെന്ന് ഇവന് വിചാരിച്ചു. അമ്മയും കൂടെ മരിച്ചെന്ന് ഓർത്തോണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവൻ ആ സമയത്ത് എലിവശം എന്തോ കഴിച്ചിട്ടുണ്ട്, ഇവനും മരിക്കുന്ന ഇതുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് ഉമ്മ മരിച്ചില്ലെന്ന് അത് സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാരും കൊന്നിട്ട് ഞാൻ മറ്റേ വീരനായിക്കാണ്ട് പോയിക്കാണ്ട് കസ്റ്റഡിയില് കേറുന്ന പോലെ കാരണമായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ന്യൂസ് കേട്ടപ്പോ അവന് കൃത്യമായിട്ട് 23 വയസ്സായിട്ടുണ്ട്. അപ്പൊ അവന് പഠിത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, വേറെ എന്തൊക്കെ പഠനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവന് ജോലിക്കൊന്നും പോയിട്ടില്ല എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഏതൊരു ഇപ്പൊ +2 കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഇന്നത്തെ സമൂഹത്തില് നല്ല ചെലവുണ്ട്. പഠിക്കാൻ പോകണമെന്ന് തന്നെ ഇപ്പൊ ബസ്സിന്റെ ഫെയറും കാര്യങ്ങളും ഭക്ഷണത്തായിട്ട് ചെലവുകൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ചെലവുകൾക്ക് പുറമെ എന്താണ് ഇവൻക്ക് മാത്രം കൂടുതൽ ചെലവുകൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ മദ്യപാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മദ്യപാനം, അതുപോലെ ഇപ്പൊ ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഫണ്ട് വേണ്ടി വരും. ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് നോക്കുമ്പോ ആർക്കും ഇതുപോലത്തെ ഉള്ള ചെലവുകൾ അറിയാൻ പറ്റില്ല. കാരണം അതുപോലെ മദ്യപാനത്തിന് ലിമിറ്റഡ് ആണ്. പക്ഷെ ലഹരിയുടെ ഉപയോഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല കോസ്റ്റ് ചെലവുള്ള കാര്യമാണ്. അപ്പൊ അതിന് ഫണ്ട് കിട്ടാനുള്ള വെത്തപ്പാടിലാണോ ഇങ്ങനത്തെ ചെയ്തു പോയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് വേറൊരു പ്രശ്നമുണ്ട്. ഇവന്റെ ഉപ്പ ദമാമിലുണ്ട്. അതായത് സാമ്പത്തികമായിട്ട് എന്തോ പ്രോബ്ലം കാരണം പുള്ളിക്കാരന് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങോട്ടേക്ക്. അപ്പം ഇവൻ ഒരു പെണ്ണിനെ കൊല ചെയ്യപ്പെട്ട പെണ്ണിനെ പ്രേമിച്ചെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇവൻ പറയുന്ന കേട്ടോ, ഇവന്റെ മൊഴി പ്രകാരം അങ്ങനെയാണ് പറയുന്നത്. ഇവൻ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞപ്പം വീട്ടുകാര് സമ്മതിച്ചില്ല എന്നും പറയുന്നുണ്ട്. അത് കാരണമാണ് ഇവൻ കൊല്ലതെന്ന് ഇവന്റെ മൊഴിയിലുണ്ട്. അതെ, ഇവന്റെ ഫാദറിന്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇവനിലേക്ക് എത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം ഫാദറിന്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് ഇപ്പൊ വിദേശത്താണ്. അത് അദ്ദേഹം അവിടുന്ന് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് സ്വന്തം നമ്മള് നമ്മള് സാധാരണ കേൾക്കാറ് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് കുത്തിപ്പൊളിച്ചൊരു കേസ് വന്നില്ലായിരുന്നു ഈ അടുത്ത്. അതുപോലെ സ്വന്തമായിട്ടൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ നമ്മള് ബാങ്ക് അതുപോലത്തെ കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുന്നതും അതിനുവേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് സ്വന്തം വീട്ടിൽ നിന്ന് ഇനി ഇവനക്ക് കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? ശരിക്കും ഇവന്റെ ന്യായീകരണം പറയാം. അതായത് ഇവൻ കൊന്നു കഴിഞ്ഞാല് ഇവൻ സ്നേഹിക്കുന്നവരും കൊല്ലുന്നുണ്ട്. ഇത് കാര്യമായിട്ട് ആർക്കും ബാധ്യത ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ കൊല്ലുന്നതാണ് ഇവൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ 75 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടെന്ന് പറയാം. 75 ലക്ഷം രൂപയുടെ
ഇവന്റെ ഉപ്പയ്ക്ക് ഇപ്പോഴും അവന്റെ ഉപ്പയ്ക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല. കാരണം അത്രയും ബാധ്യതകൾ അവിടെ കുടുങ്ങി കിടക്കണം. അതായത് ട്രാവൽ ബാൻ ഉണ്ട്, വരാൻ പറ്റുന്നുണ്ടാവില്ല. ഓരോ രാജ്യത്തിന്റേതായ ഇത് പ്രകാരം പോരാൻ പറ്റുന്നുണ്ടാവില്ല. ട്രാവൽ ബാൻ ഉണ്ട്. കാരണം സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്, ഫാമിലിക്ക് പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഇത് തന്നെയാണോ കാരണമെന്നൊന്നും ആർക്കും അറിയത്തില്ല. കാരണം അവൻ പറയുന്നത് പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട്. അവന് ഇപ്പോഴും ആ ഒരു ഹാങ് ഓവറിലാണ് ആയിരിക്കും. സാധാരണ നമ്മള് സാധാരണ ഒരു എലിയെ കൊന്നാൽ തന്നെ നമ്മളെ കയ്യും കാലം, പാമ്പിനെ കൊല്ലുന്നൊക്കെ തച്ച് കഴിഞ്ഞ് നമ്മളെ കയ്യും കാലൊക്കെ ഒന്ന് വിറയ്ക്കും. ഇവന് മനുഷ്യനെ കൊന്നിട്ട് പോലും അത് ഇത്ര ആളെ ഈ ഇപ്പം ചെറിയ പിള്ളേര് 20-നും 30-നും വയസ്സിന് ഇടയിലുള്ള ആൾക്കാര് മൊത്തം ഈ എന്താ പറഞ്ഞ മയക്കുമരുന്നും മയക്കുമരുന്നും അല്ല, MD അതിൽ കൂടുതൽ എന്തൊക്കെ ഇത് അല്ല ഇതിപ്പോ സംഭവം സുലഭമായി കിട്ടുന്നുണ്ട്. നമ്മള് ഇപ്പൊ ഇവന് ഇത് അടിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇപ്പൊ ഇതെല്ലാം ഇതിനൊക്കെ കാരണം നമ്മള് മെന്റലി നമ്മള് സ്റ്റേബിൾ അല്ലാതാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇതിന്റെ അങ്കിളിനെ കൊല്ലാൻ നോക്കിയത് ഈ പ്രണയത്തെ എതിർത്തെന്ന് പറഞ്ഞിട്ടാണ് ഇവന്റെ അങ്കിളിനെ പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. കാരണം പ്രണയത്തെ എതിർക്കുന്ന സമയത്ത് ആരായാലും പ്രതികരിക്കും. അത് പല രൂപത്തിൽ പ്രതികരിക്കാറുണ്ട്. പക്ഷെ ഇത് പ്രതികരണമായി പോയി. കാരണം സ്വന്തം കൂടെ പിറന്ന ചോരയെ ഇങ്ങനെ ബ്രൂട്ടലായിട്ട്, അതായത് ഒന്നും അല്ലാത്ത രീതിയിൽ ഒരു ചുറ്റിക കൊണ്ട് നമ്മളൊരു ഉറുമ്പിനെ പോലും നമ്മൾ ചവിട്ടുമ്പോ നമ്മൾ അയ്യോ ചവിട്ടിയില്ലോ അങ്ങനെ വിചാരിക്കും. ഒന്നും ആലോചിക്കുക എന്തോരം അവൻ അത്രയും കെയർ ചെയ്യുന്ന ചെക്കനാണ് അവൻ. അനിയനെ അത്രയും കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോ അനിയനെ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ചേട്ടനാണ് അവൻ. എന്നാൽ ആ ചോര തെറിക്കുമ്പോ അവന് ഒരു ഉളുപ്പും ഇല്ലാതെ, ഉളുപ്പല്ല അവന് ഒരു മാനസികമായ ഒരു വൈകല്യത്തില് അവൻ എന്നിട്ട് അവൻ പറയാണ്, അവൻ കുളിച്ചു കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി. അവൻ പറഞ്ഞ മദ്യപിച്ചെന്ന് പറഞ്ഞു, വേറെ ഒന്നും ചെയ്യാറില്ല, മദ്യപിച്ചെന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാളല്ലെന്നും പറയുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് ഇവൻ മദ്യപിച്ചതെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണേലും ഇതൊരു ഇവ മദ്യപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മദ്യപിച്ചിട്ട് ഇപ്പൊ ലക്ക് കേട്ടിട്ട് ഇതില്ലാതെ ഇപ്പൊ തിരിച്ചു പോയില്ലല്ലോ. ഇപ്പൊ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം ബോധ്യം വേണം, സ്വബോധം വേണം. ഇത് എന്നാ പറയാ, അതെ. അപ്പൊ പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് എങ്ങനെ ഈ ഒരു കേസിനെ ഇപ്പൊ പോലീസാണെങ്കിൽ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യും, എന്താണ് റീസൺ? പല റീസണുകളും ഇവന്റെ എന്താ പറയാ, ഇവന്റെ സംസാരവും കേസിന്റെ ദിശ പോകുന്നത് ഒന്നും ഒരു പിടുത്തല്ലാത്ത രൂപത്തിലേക്കാണ്. അതുപോലെ തന്നെ വേറെ ന്യൂസ്, പിന്നെ ഇവൻ പറഞ്ഞത് കൊണ്ട് കൂടുതൽ മറ്റുള്ള ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവൻ വന്നിട്ട് ഇപ്പൊ ഇവനും സൂയിസൈഡ് ചെയ്ത് മരിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ഇവിടെ നടന്നു എന്നുള്ളത് പോലീസിന് ഒന്നും പാടി കോംപ്ലിക്കേറ്റഡ് ആവും. എങ്ങനെ ഇവിടെ ഇത്രയും സംഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പം വേറൊരു പോലീസിനൊരു തുമ്പുള്ളത് അവന്റെ ഉമ്മ മരിച്ചിട്ടില്ല. അപ്പം ഉമ്മയുടെ മൊഴി ഒരു പ്രാധാന്യമാണ് ഇതിനകത്ത്. ഉമ്മയുടെ മൊഴിയിലാണ് ഇതിലെ ശരിക്കുള്ള സത്യാവസ്ഥ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് എന്ത് സംഭവിച്ചു എന്നുള്ളത് മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം, എത്രയോ കഷ്ടപ്പെട്ടായിരിക്കും അവര് നമ്മളെ ഒന്ന് വളർത്തിയെടുക്കുന്നത്. ഈ ചെറിയ പിള്ളേരെ അവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് ഒരു ചുറ്റികയ്ക്ക് അടിച്ചു കൊല്ലുക എന്ന് പറയുമ്പം അവരാണ്. ഇപ്പൊ ഞാൻ ന്യൂസ് കേട്ട സമയത്ത് അവരൊരു ക്യാൻസർ പേഷ്യന്റ് ആണ് ഉമ്മ. അപ്പൊ അത് റിക്കവർ ആയിക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവരെ നോക്കുന്നത്. ഇവനെ ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഉമ്മ, അതായത് ഇപ്പൊ ഫാദർ ഇപ്പൊ വിദേശത്ത് ഫൈനാൻഷ്യൽ ക്രൈസിസിൽ കുടുങ്ങി നിൽക്കുന്നത്. ഇവർക്കും തന്നെ അവിടെ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുമ്പോ ഇവർക്കും തന്നെ വരുമാനം എന്ന് പറയാൻ അത് വേറെ ഉണ്ടാവില്ല. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സമയത്ത് ആ ഉമ്മയുടെ ആരോഗ്യസ്ഥിതിയും ഇതൊക്കെ വെച്ചിട്ട് ഇവരെ നോക്കുന്ന സമയത്താണ് ഇവൻ ഇങ്ങനൊരു ചെയ്യുന്നത്. എന്താണേലും വരും ദിവസങ്ങളിൽ ഉമ്മയ്ക്ക് ഭേദമായിട്ട് എല്ലാ മൊഴികളും പറഞ്ഞ് എല്ലാം എടുത്ത് ഈ കേസിനൊരു കറക്റ്റായിട്ട് തുമ്പ് കിട്ടട്ടെ എന്ന് ഓർക്കുന്നു. ഇനിയെങ്കിലും ഇതുപോലത്തെ എന്താ പറയാത്, ഇത് കണ്ടോണ്ടിരിക്കുന്ന നമുക്ക് പറയാന്ന് വെച്ചാല് നമ്മളെ
നമുക്ക് അതുപോലെ ഒരു മൈൻഡ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്തിട്ട് അതെങ്ങനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ പോകാതിരിക്കുക. ഇതുപോലെ നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മളൊന്ന് തിങ്ക് ചെയ്യണം എപ്പോഴും. കൂടപ്പിറപ്പിനെ നമ്മുടെ സഹോദരങ്ങളെ എല്ലാം നമ്മള് വേദനിപ്പിക്കാതെ നോക്കുക എന്ന് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. അപ്പം കൂടുതൽ അടുത്ത വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വരാതിരിക്കട്ടെ. റാഗിങ് ചെയ്തപ്പോ ഞാൻ ഓർത്ത് ഇനിയിപ്പോ ഇതുപോലത്തെ ന്യൂസുകളുമായിട്ട് വരാതെ വേറെ എന്തെങ്കിലും ന്യൂസായിട്ട് നല്ല ന്യൂസുകളായിട്ട് വരാനുണ്ടായിരുന്ന സമയത്ത് ഏതായാലും അടുത്ത പ്രാവശ്യം കാണും വരെ സൈനിങ് ഓഫ് ശ്രീനിക്.